ഗൈസ്, ഞാൻ വീണ്ടും ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. കുറച്ചാൾ നമ്മളെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ജോലിയുടെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് തുടങ്ങണ്ടേ നമ്മളെ വീഡിയോസൊക്കെ പരിപാടിയൊക്കെ തുടങ്ങണ്ട? നമുക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് ഞാൻ അറിയുന്നുണ്ട്. നമ്മളെ തമിഴ് തെലുങ്കു നടിയുണ്ടല്ലോ, ഒരു രശ്മിക മന്ദാന, ആ പെണ്ണിന്റെ ഒരു പരസ്യത്തിലോ ആ പെണ്ണിന് ഇൻസ്പയർ ആയിട്ട് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വെച്ച് പല്ലേച്ചനെങ്കിൽ ഗംഭീരമായിട്ട് വൈറ്റ് കളറാവുന്ന കുറേ എന്നാൽ നമുക്കൊന്ന് വാങ്ങി നോക്കണമല്ലോ. ഇവിടെ ഞാൻ ഇവിടെ പർച്ചേസിന് വന്നപ്പോൾ കണ്ടത് സാധനം, നമുക്കൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത് നമ്മളെന്നത്തെ വീഡിയോ ഫിഷ് വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ട്, ഗംഭീര സാധനമാണ്. എല്ലാവരും കണ്ടുള്ള വീഡിയോ. ഞാനേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓണം സീസൺ ആയത് കാരണം തോന്നുന്നുണ്ട് ഇവിടെ കുറച്ച് ഫ്ലെക്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫ്ലെക്സ് ഞാൻ കാണിച്ചു കേട്ടോ. അത് ഇതുവരെ ഞാനിവിടെ കണ്ടിട്ടില്ല. നമ്മൾ പിന്നെ അതിൻ്റെ പ്രാന്തനായതുകൊണ്ട് എവിടെ അതിനെ കണ്ടാലും അതിൻ്റെ പേര് കറക്റ്റായിട്ട് പറയും. ഇതാണ് സംഭവം, ആന. ഇതാണ് സംഭവം. ഇത് നമ്മുടെ ചെറായി ശ്രീ പരമേശ്വരൻ. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കലാപരിപാടി ആരംഭിക്കാണ്ട. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ മാരിനേഷൻ ഉണ്ടാക്കണം. അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് സോൾട്ട്, പിന്നെ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകത്തിന്റെ പൊടി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ വലിയ വലിയ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെരുംജീരകം കിട്ടണമെങ്കിൽ പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെടുത്തുള്ള ഫിഷ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂണ ഫിഷ് എന്ന് പറയും. നമ്മുടെ നാട്ടില് ഞങ്ങളുടെ നാട്ടിൽ അതിനെ കുടുത അരിക്ക എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാന്ന് അറിയില്ല. ഈ ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വരെ 15 മിനിറ്റ് വരെ മാറ്റി വെക്കുക, ജസ്റ്റ് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ് ഫ്രൈ ചെയ്യണ്ട, നോർമലായിട്ട് ചെറിയത് ഒരു 7 മിനിറ്റ് ഒക്കെ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കാം. നിങ്ങളൊക്കെ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? എളുപ്പത്തിന് വേണ്ടിയിട്ട് നല്ല താഴ്ത്തിയാണ് കട്ട് ചെയ്യില്ലേ സ്കിന്നിന്. പക്ഷെ നമ്മൾ അമ്മമാരല്ലെങ്കിൽ ഉമ്മമാരൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് മേലത്തെ സ്കിന്നിനെ നല്ല ക്ലിയർ ആയിട്ട് പതുക്കെ സമയം എടുത്തിട്ട് ഇങ്ങനെ കളയാറുള്ളൂ. നമ്മളെന്ത് ചെയ്യും? തിക്കം തിരക്ക് കൂട്ടിയിട്ട് രണ്ട് സ്കിന്ന് കൂടുതൽ താഴ്ത്തി കിട്ടും. അങ്ങനല്ലേ ചെയ്യാറ്? ഞാനൊക്കെ അങ്ങനെ ചെയ്യാറ് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ. അല്ലാതെ നമ്മൾ മേലത്തെ സ്കിന്ന് കളിക്കാറില്ല. ഒട്ടടിക്കുന്ന ഒരു കട്ട് ചെയ്യും, ഒരു വലിയൊരു പീസ് എടുത്ത് കളയും. സാധനം ഇതുവരെ ക്ലീൻ ആയി കിട്ടും. അങ്ങനല്ലേ നിങ്ങൾ ചെയ്യാറ്? നൈസായിട്ട് കട്ട് ചെയ്ത സവാള കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കാം. ഫ്രൈ ചെയ്ത സവാള ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഈ ഓയിലിൽ ഈ പാനിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിക്കാം. സവാള, കുറച്ച് സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടോ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ വേണം കേട്ടോ, ഗരം മസാല, 2 ചെറിയ തക്കാളി, കുറച്ച് കറിവേപ്പില. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വരെ മൂടി വയ്ക്കും. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വരെ. നമ്മളെ മസാല റെഡി ആയിട്ടാ ഫിഷിൽക്കുള്ള. ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഫിഷ് എടുത്ത് ഫ്രൈ ചെയ്യാം. ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ ചെറിയ തീയിലിടാ. ഓവറായിട്ട് തീരാൻ പാടില്ല, അടി പിടിക്കും. നമ്മള് ഫിഷ് ഫ്രൈ ആയിട്ടുണ്ടാ. നമുക്കത് നേരെ ഡയറക്റ്റ് നമ്മൾ മസാലയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീന് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള മസാലയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് ഇത് മൂടി വെക്കാം. നമുക്കിനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡിയാക്കണം. ഓക്കെ, അതിനുശേഷം റൈസ് റെഡി ആയതിനു ശേഷം ഇതും ആ ബിരിയാണി റൈസും കൂടി ദമ്മിട്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിഷ് ബിരിയാണി റെഡി. അരി നമ്മൾ എടുക്കുന്നത് ജീരകശാലാണ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഹോൾ സ്പൈസസ്, കറിവേപ്പില, കുറച്ച് നെയ്യ് ഒഴിക്കണം, പൈനാപ്പിൾ എസൻസ്. ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ബെസ്റ്റ് നെയ്യ് എനിക്ക് ഇത്ര നാൾ ഉപയോഗിച്ചാല് നമ്പീഷൻസ് ആട്ടോ, കിട്ടില്ല സാധനം. സോൾട്ട് ആവശ്യത്തിന്. നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോഴേ നമുക്ക് ക്ലീൻ ആക്കി വെച്ചുള്ള ജീരകശാല അരി ഇതിൽ തട്ടി കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാള നമ്മളെ ചെറിയൊരു പാനൊന്ന് ജസ്റ്റ് അടിയിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിന്റെ മേലെ ഈ ദമ്മിട്ടുള്ള പാത്രം വെച്ചിട്ട് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് വരെ മൂടി വെച്ചതിന് ശേഷം നമ്മുടെ ബിരിയാണി സെറ്റ് ആവും. എടുത്ത് കഴിക്കാം. ദമ്മ് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്.
ബിരിയാണി നല്ല ഉഷാറായിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഇനി ഫിഷൊക്കെ നോക്കിയേ, ഫിഷൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, സൂപ്പറാണ്. ആസ് യൂഷ്വൽ കിട്ടില്ല സാധനം, ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ്.